ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചൂസ് പിച്ചു ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഏത് വ്യക്തിയാണോ മറഞ്ഞിരുന്നു കൊണ്ട് നിങ്ങൾക്കെതിരെ ഷഡ്യന്ത്രങ്ങൾ രചിക്കുന്നത്, അവരുടെ ആ ഒരു പ്ലാനിങ് എല്ലാം എല്ലാവരും അറിയുവാൻ പോകുകയാണ്. അവരുടെ ആ ഒരു കള്ളം എല്ലാവരുടെയും മുന്നിൽ വരുവാൻ പോകുകയാണ്. അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഈ വ്യക്തിയുടെ സ്വഭാവം നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തി ഇങ്ങനെയാണ്. അതായത് മറിഞ്ഞിരുന്നുകൊണ്ട് നിങ്ങൾക്കെതിരെ വാർ ചെയ്യുക, അതാണ് ഈ വ്യക്തിയുടെ സ്വഭാവം. അപ്പോൾ ഇവരുടെ മെയിൻ പ്രവൃത്തി എന്ന് പറയുന്നത് എല്ലാവരെയും ചതിക്കുക, അതാണ്. അപ്പോൾ ഇവർ അതേപോലെയാണ് നിങ്ങളെയും ചതിച്ചത്. ഇവരുടെ രക്തത്തിൽ അലിഞ്ഞു പോയ കാര്യമാണിത്. കള്ളം പറയുക, മറ്റുള്ള ആൾക്കാരെ ചതിക്കുക, ഇതെല്ലാം ഇവരുടെ രക്തത്തിൽ അലിഞ്ഞ കാര്യമാണ്. ഇത് ആർക്കും ഈ ഒരു സ്വഭാവത്തെ ഇവരിൽ നിന്ന് മാറ്റാൻ സാധിക്കത്തില്ല. അതായത് കപടമായിട്ടുള്ള സ്വഭാവം, ഇവരുടെ ഈ ഒരു കള്ളവും കാപട്യവും ഇല്ലാതെ ഇവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. അങ്ങനൊരു വ്യക്തിയാണിത്. ഇപ്പോൾ ഈ ഒരു വ്യക്തി ഭയങ്കര കൺഫ്യൂഷനിലാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവരുടെ മനസ്സിൽ എന്തോ കാര്യം ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഇവരുടെ ആ ഒരു മനസ്സിലുള്ള കാര്യം ചിലപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാക്കാം എന്നായിരിക്കും. അതായത് ആരും അറിയാതെ ഹൈഡായി നിന്ന് എങ്ങനെ നിങ്ങളോട് പോരാടാം, അതൊക്കെ ആയിരിക്കും ഇവരുടെ മനസ്സിലുള്ളത്. ഇവർ ഒരിക്കലും നേരിട്ട് നിങ്ങളോട് വാർ ചെയ്യത്തില്ല. ഹൈഡായി നിന്ന്, അതായത് ഒളിച്ചു നിന്നാണ് നിങ്ങളോട് വാർ ചെയ്യുന്നത്. ഇവർ ചിലപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ ഇവരുടെ ആ ഒരു കള്ളക്കളികളെല്ലാം പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും എല്ലാ കാര്യങ്ങളും ഹൈഡാക്കി വെച്ച് ഇവർ ചെയ്യുന്നത്. അതായത് ഈ വ്യക്തിയുടെ ഒരു മോശം സ്വഭാവം എന്താണോ, ഇവരുടെ പ്രവൃത്തി എന്താണോ നിങ്ങൾക്കെതിരെ ഉണ്ടായിരുന്നത്, അത് നിങ്ങൾ ആദ്യമേ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധാലുവാണ്. കാരണം ഈ വ്യക്തി ഇങ്ങനത്തെ വ്യക്തിയാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് നേരത്തെ അറിയാം. ഇവരുടെ ഈ സ്വഭാവം നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ നിങ്ങളൊരു ഡിസ്റ്റൻസ് ഇപ്പോൾ ഈ വ്യക്തിയുടെ കൂടെ കീപ്പ് ചെയ്യുന്നുണ്ട്. കുറേ നാളായിട്ടൊരു ഡിസ്റ്റൻസ് വയ്ക്കുന്നുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുമായിട്ടൊരു സമ്പർക്കം ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു സമ്പർക്കത്തിന് നിങ്ങൾ അനുവദിക്കുന്നില്ല. കാരണം നിങ്ങൾക്കറിയാം ഇവരുടെ സ്വഭാവം എന്താണ് എന്ന്. ഇവരുടെ ഭാഗത്ത് നിന്ന് ഇവർ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് വീണ്ടും നിങ്ങളുമായിട്ട് ഒരു സമ്പർക്കം വയ്ക്കാം. പക്ഷേ നിങ്ങൾ അതിന് നിന്നു കൊടുക്കുന്നില്ല. എത്ര നിങ്ങളോട് തെറ്റ് ചെയ്താലും ഇവർക്ക് ആ ഒരു പശ്ചാത്താപമില്ല. അതായത് ഗിൽറ്റ് കാണിക്കും, അത് നാടകമായിട്ടാണ് കാണിക്കുന്നത് നിങ്ങളുടെ മുന്നിൽ. അയ്യോ, ഞാൻ ചെയ്ത തെറ്റിൽ എനിക്ക് പശ്ചാത്താപമുണ്ട് എന്നുള്ള രീതിയിൽ നാടകമാണ് നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത്. അല്ലാതെ യഥാർത്ഥത്തിൽ ഗിൽറ്റ് ഇവർ കാണിക്കത്തില്ല. അതായത് ഒരു പ്രാവശ്യവും കൂടെ നിങ്ങളുടെ ആ ഒരു ട്രസ്റ്റ് വേണമല്ലോ ഇവർക്ക്, അതിന് വേണ്ടി നാടകവുമായിട്ട് ഇവർ വരും. എന്നിട്ട് നിങ്ങളോട് കരഞ്ഞ് കാല് പിടിച്ച് നിങ്ങളുടെ ആ ഒരു വിശ്വാസം ഇവർക്ക് കിട്ടിയാൽ പിന്നെ വീണ്ടും ഇവർ നിങ്ങളെ ചതിക്കും. ഇവർ ഇപ്പോഴും നിങ്ങളെയൊക്കെ എങ്ങനെ നഷ്ടം വരാം എന്നുള്ള കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഒരു പശ്ചാത്തലവും ഇവർക്ക് ചെയ്ത തെറ്റിലില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. 8/18 എനർജി ഇവർക്ക് പല പ്രാവശ്യവും കർമ്മ റിട്ടേൺ ആയിട്ടുണ്ട്. അതായത് ഇവർ ചെയ്ത തെറ്റിന് ഇവർക്ക് കർമ്മ റിട്ടേൺ അനുഭവിക്കേണ്ടി വന്നു. എന്നിട്ടും വീണ്ടും ഇവർ അതേ തെറ്റ് തന്നെ ചെയ്യുന്നു. അതായത് സമയത്തിൻ്റെ ആ ഒരു അധീനത്തിൽ എൻ്റെ ഭാഗത്തുനിന്ന് ചില തെറ്റുകൾ സംഭവിച്ചു, നീ അതെന്നോട് ക്ഷമിക്കണം, ഇനി ഞാൻ തെറ്റ് ആവർത്തിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളോട് മാപ്പൊക്കെ ചോദിച്ച് നിങ്ങളുടെ ആ ഒരു ട്രസ്റ്റ് കിട്ടിയാൽ പിന്നെ വീണ്ടും ഇവർ അത് തെറ്റ് തന്നെ ചെയ്യും. ഇവരുടെ ഇൻബിൽറ്റ് ബിഹേവിയർ ഇതൊന്നുമല്ല. അതായത് എങ്ങനെ മറ്റുള്ളവരെ ചതിക്കാം, എങ്ങനെ മറ്റുള്ളവർക്ക് നഷ്ടം വരുത്താം, അതാണ് ഇവരുടെ ഇൻബിൽറ്റ് ബിഹേവിയർ. അപ്പോൾ ഇവർ വീണ്ടും നിങ്ങളുടെ ആ ഒരു വിശ്വാസം പിടിച്ചു പറ്റാൻ വേണ്ടി ഇങ്ങനെ ഒരു ആളായിട്ട് വരും. അതായത് ഞാനിനി അങ്ങനെ ഒന്നും ചെയ്യത്തില്ല, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളോട് പശ്ചാത്താപമായിട്ട് വരും. പക്ഷെ നിങ്ങൾ അതൊരിക്കലും വിശ്വസിക്കരുത്. ഇവരുടെ ഉള്ളിൽ ഇപ്പോഴും ആ ഒരു ചതി, നിങ്ങളെ എങ്ങനെ ചതിക്കാം, അങ്ങനെ ഒരു ഫീലിങ്സാണ് ഉള്ളത്. ചില പ്ലാനിങ് നിങ്ങൾക്ക് വേണ്ടി ഇവരുടെ ഭാഗത്തുനിന്ന് നടക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. മുന്നേയും ഇവർ പല കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കെതിരായിട്ട്. വളരെ കഷ്ടപ്പെട്ടായിരിക്കും ഇവരുടെ ആ ഒരു സ്വഭാവം നിങ്ങളുടെ മുന്നിൽ വന്നത്. അതുവരെ നിങ്ങൾ ഇവരെ അതായത് കണ്ണുമടച്ച് വിശ്വസിച്ചുകൊണ്ടിരുന്നു. പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം ഇവരുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അതിനുശേഷം പിന്നെ നിങ്ങൾ ഇവരെ വിശ്വസിക്കാതായി ഒരു ഡിസ്റ്റൻസ് വച്ചു. അപ്പോൾ ഇത് ഇവർക്ക് മനസ്സിലായതുകൊണ്ട് വീണ്ടും ഒരു നാടകവുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് ഇവർ. ഏതൊരു വ്യക്തിയാണോ മറ്റുള്ളവരുടെ മുമ്പിൽ അവരെ നല്ലതാക്കി കാണിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്നത്, പക്ഷേ അവരുടെ ഉള്ളിലുള്ള ഭാവം വളരെ മോശവും അഴുക്ക് നിറഞ്ഞതുമാണ് എങ്കിൽ അവരുടെ യഥാർത്ഥ സ്വഭാവം എന്തായാലും ഭഗവാൻ പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും.
ഇവിടെ സമയം ഇവിടെ പറയുന്നത് എന്തെന്ന് വെച്ചാൽ പതുക്കെ പതുക്കെ ഇവരുടെ യഥാർത്ഥ സ്വഭാവം എല്ലാവരുടെയും മുന്നിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഇവർ മറ്റുള്ളവരുടെ മുമ്പിൽ നല്ലതായി മാറാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ സ്വപ്നത്തിൽ പോലും ഈ വ്യക്തി നിങ്ങളെ ചതിക്കത്തില്ല എന്നായിരിക്കും നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവർ ചെയ്യുന്ന കാര്യം അങ്ങനെ എന്തോ ആകും. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വ്യക്തി ചതിയനാണ് എന്ന്. ഇവരുടെ തന്നെ തെറ്റുകൊണ്ട് തന്നെ ഇവരുടെ യഥാർത്ഥ സ്വഭാവം നിങ്ങളുടെ മുന്നിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഇവരുടെ ആ ഒരു നന്മ കാണിച്ച് ഇവരുടെ തിന്മ എന്താണോ ഉള്ളിലുള്ളത് അത് പുറത്ത് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് സാഹചര്യങ്ങൾ അങ്ങനെ സംഭവിക്കും. ഇവരുടെ ഷഡ്യന്ത്രങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് തെറ്റ് ചെയ്യുന്നവർ എന്തെങ്കിലും ഒരു തെളിവ് അവശേഷിപ്പിച്ചിട്ട് പോകും. അതേപോലെ നിങ്ങൾക്കും ഒരു തെളിവ് ഇവരുടെ ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വ്യക്തി മാറിയിട്ടില്ല, തെറ്റുകാരി തന്നെയാണ് എന്ന്. അത് ഇല്ല എങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ വ്യക്തി റിലേറ്റഡ് ആയിട്ട്. നിങ്ങൾ ചിലപ്പോൾ കാതുകൊണ്ട് കേൾക്കുന്ന ആ ഒരു കാര്യം ബിലീവ് ചെയ്യണമെന്നില്ല. ഒരു കൺഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് ബിലീവ് ചെയ്യാൻ സാധിക്കുക. അങ്ങനെ ഒരു കൺഫർമേഷനിൽ ഒരു കാര്യം നിങ്ങൾക്ക് ഇവർ റിലേറ്റഡ് ആയിട്ട് അറിയാൻ സാധിക്കുകയും നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഈ വ്യക്തിയുടെ ആ ഒരു ഇൻറ്റൻഷൻ വളരെ മോശമാണെന്നുള്ള രീതിയിലുള്ള തെളിവ് സഹിതം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും. ചിലപ്പോൾ നിങ്ങളുടെ കുടുംബം റിലേറ്റഡ് ആയിട്ട് ഈ വ്യക്തിയുടെ ഇൻറ്റൻഷൻ വളരെ മോശമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ ചിലപ്പോൾ ജീവിതത്തിൽ പുതിയ തുടക്കം കുറിക്കാൻ പോകുന്നതായിരിക്കാം, റിലേഷൻഷിപ്പിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മാരേജ് ആയിട്ടുണ്ടാകും. ഇവിടെ ഈ ഒരു വ്യക്തി ആരുമായിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് മാരേജ് ആയിട്ടുള്ള ആളാണെങ്കിലോ അല്ലെങ്കിൽ മാരേജ് ആവാൻ പോകുന്ന ആളാണെങ്കിലോ, നിങ്ങൾ എന്തായാലും ഈ വ്യക്തി നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ആ ഒരു കുടുംബത്തെക്കുറിച്ചും നിങ്ങളുടെ വർക്കിനെക്കുറിച്ചും ഒന്നും നല്ലതായിട്ടല്ല ചിന്തിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ വ്യക്തി ഒരു പ്രാവശ്യം നിങ്ങളെ ചതിച്ച ആളാണ്. നിങ്ങളുടെ ആ ഒരു ബന്ധങ്ങൾ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി റിലേറ്റഡ് ആയിട്ട് ഈ വ്യക്തി നിങ്ങളെ ചതിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ആ ഒരു ബിസിനസ് റിലേറ്റഡ് ആയിട്ടോ നിങ്ങളുടെ സന്തോഷം റിലേറ്റഡ് ആയിട്ടോ നിങ്ങളുടെ വർക്ക് റിലേറ്റഡ് ആയിട്ടോ എന്തോ ഒരു ചതി ഇവരുടെ ഭാഗത്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ വർക്ക് പ്ലേസിൽ ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു എനർജിയെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ്റെ ആധാരത്തിൽ മനസ്സിലാക്കുക. ഇവിടെ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളെ ഇങ്ങനെ ഇതേപോലൊരു വ്യക്തി ചതിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങളോട് വന്ന് മാപ്പ് ചോദിച്ചിട്ടുണ്ടാവും. എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റ് സംഭവിച്ചു, എന്നോട് ക്ഷമിക്കൂ, ഒരു അവസരം കൂടെ എനിക്ക് തരൂ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ച് വീണ്ടും നിങ്ങൾ പാർട്ട്ണർഷിപ്പ് ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യവും കൂടെ ചിന്തിക്കണം. ഇവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുന്ന വ്യക്തികളെ സൂക്ഷിക്കണം നിങ്ങൾ. വീണ്ടും സ്വാർത്ഥതയുടെ ഒരു അംശമെങ്കിലും ഇവരുടെ ഉള്ളിൽ കാണാതിരിക്കത്തില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ പറയുന്നത് ഇവരുടെ ആ ഒരു വലയിൽ നിങ്ങൾ ഒരിക്കലും വീണു പോകരുത് എന്നാണ്. ഇനി നിങ്ങൾക്ക് തോന്നുകയാണ് ഇല്ല ഈ വ്യക്തി മാറി, ഞാൻ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് തീരുമാനം എടുക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിച്ച് ഇവർക്ക് ഫേവറായിട്ട് ആക്ഷൻ എടുക്കുകയാണെങ്കിൽ എപ്പോഴായാലും ഇവരുടെ യഥാർത്ഥ മുഖം നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ ശ്രമിച്ചാലും ഇല്ലെങ്കിലും ഇവരുടെ യഥാർത്ഥ സ്വഭാവം നിങ്ങളുടെ മുന്നിൽ വരും. ഇവിടെ അവരുടെ ആ ഒരു പ്രവൃത്തി തന്നെ അവരുടെ ഉള്ളിലുള്ള ആ ഒരു സ്വഭാവത്തെ പുറത്ത് കൊണ്ടുവരുന്നതാണ്. ഇവിടെ നിങ്ങളുടെ വർക്ക് പ്ലേസിലും ഇങ്ങനൊരു വ്യക്തി ഉണ്ട് എങ്കിൽ അവരുടെ സ്വഭാവം കൊണ്ട് തന്നെ അവരുടെ പ്രവൃത്തി കൊണ്ട് തന്നെ അവരുടെ യഥാർത്ഥ സ്വഭാവം എല്ലാവരും മനസ്സിലാക്കുന്നതാണ്. ഇവിടെ ഈ വ്യക്തി ഉറപ്പായിട്ടും പശ്ചാത്തപിക്കുന്നതാണ്. ഇവരുടെ തന്നെ തെറ്റുകൊണ്ട് ഇവരുടെ സ്വഭാവം എല്ലാവരും മനസ്സിലാക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇവർ പശ്ചാത്തപിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് കർമ്മ റിട്ടേൺ ഉറപ്പായിട്ടും ഉണ്ടാകും. കാരണം 8/8 ആ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒന്നും തന്നെ നഷ്ടമാവത്തില്ല. സമയത്തിൻ്റെ ആ ഒരു പ്രഭാവം കൊണ്ട് എല്ലാവരും തിരിച്ചറിയും. അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ ഏതെങ്കിലും വ്യക്തി നിങ്ങൾക്കെതിരെ എന്ത് പ്ലാൻ ചെയ്താലും അത് സ്വതവേ എല്ലാവരും മനസ്സിലാക്കുന്നതായിട്ടാണ് കാണാൻ എല്ലാവരുടെ മുമ്പിൽ ആ പ്ലാൻ വരികയും ആ വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം എല്ലാവരും മനസ്സിലാക്കുകയും ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു വ്യക്തി എത്ര തന്നെ ടീമായിട്ട് നിന്നുകൊണ്ട് നിങ്ങൾക്കെതിരെ പ്ലാൻ ചെയ്താലും ഇവിടെ നിങ്ങൾക്കത് ഒന്നും എഫക്റ്റ് ചെയ്യത്തില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈശ്വരൻ്റെ ആ ഒരു കൃപ ഇത്രമാത്രം നിങ്ങളുടെ മേലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെയും മോശം പ്ലാനിങ് നിങ്ങൾക്ക് നേരെ ഉണ്ടാവത്തില്ല. അതായത് ഉണ്ടാക്കിയാലും നിങ്ങൾക്കത് യഥാർത്ഥമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എഫക്റ്റ് ആവത്തില്ല. പകുതി വെച്ച് തന്നെ അത് പൊളിയും.
ഇവിടെ ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ കള്ളത്തനം കാണിക്കാതിരിക്കുമ്പോൾ അവർക്ക് തന്നെ അത് നല്ലതായിട്ടാണ് വരുന്നത്. അവർ കള്ളത്തനം കാണിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മോശമായിട്ട് വരും. കാരണം അത്രയ്ക്ക് ഈശോൻ്റെ ആ ഒരു കൃപ നിങ്ങൾക്ക് ഉണ്ട്. ഇവിടെ ഒരു സമയം വളരെ വലിയ ലെവലിൽ ന്യായം നിങ്ങൾക്ക് നേരെ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു വ്യക്തി നിങ്ങൾക്കെതിരെ എന്ത് പ്ലാനിങ് ആണോ ചെയ്യാൻ പോകുന്നത്, ആ വ്യക്തിയെ സമയം ഒരിക്കലും മാപ്പ് കൊടുക്കാതെ ആ വ്യക്തിക്ക് അവർ ചെയ്ത തെറ്റിൻ്റെ ആ ഒരു ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ട് വരും. ഇവിടെ ഈ വ്യക്തി ഇങ്ങനെ ഒരു പ്ലാനിങ് ചെയ്യുകയാണ്. അതായത് ഒരു പ്രാവശ്യം നിങ്ങൾക്ക് ഒരു അടി തന്നാൽ ആ ഒരു അടിയിൽ നിങ്ങൾ ഒറ്റപ്പെട്ട് എല്ലാ വേരാലും ഒറ്റപ്പെട്ട് ജീവിക്കും എന്നുള്ള രീതിയിൽ നിങ്ങൾക്കൊരു പുഷ് തരാൻ ഇവർ ആഗ്രഹിക്കുകയാണ്. അതായത് നിങ്ങളെ ആരും സഹായിക്കാനില്ലാതെ ഒറ്റപ്പെട്ട് നിങ്ങൾ തോറ്റുപോയി എന്നുള്ള ഗിൽറ്റ് ഫീലിൽ ഇങ്ങനെ ഇരിക്കണം. അതാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇവിടെ എന്തായാലും ഒരു വ്യക്തി നിങ്ങളെ ചതിക്കാൻ വേണ്ടി തയ്യാറായിട്ടാണ് ഉള്ളത്. പക്ഷേ അവർ കൺഫ്യൂഷനിലാണുള്ളത് ഏത് രീതിയിൽ നിങ്ങളെ ചതിക്കുമെന്നുള്ള കാര്യത്തിൽ. ഈ വ്യക്തി ഉറപ്പായിട്ടും നിങ്ങളുടെ കുടുംബത്തിലുള്ള ആളല്ല. ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനൊരു അറ്റാച്ച്മെൻറ്റ് മുന്നേ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇല്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഹൃദയം കൊണ്ട് ഒരു അടുപ്പം ഈ വ്യക്തിയുമായിട്ട് ഇപ്പോൾ നിങ്ങൾക്കില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ വർക്ക് പ്ലേസിലുള്ള ആളായിരിക്കും, അല്ലെങ്കിൽ വീട്ടിൻ്റെ അടുത്ത് താമസിക്കുന്ന ആളായിരിക്കാം. ഈ വ്യക്തിക്ക് ഭയങ്കരമായിട്ട് സ്വാർത്ഥത നിങ്ങളോട് ഉണ്ട് എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തിക്ക് നിങ്ങൾ മുകളിലോട്ട് വരുന്നത് ഒട്ടും തന്നെ ഇഷ്ടമല്ല. നിങ്ങൾ എപ്പോഴും ഇവരുടെ കാലിൻ്റെ അടിയിൽ കിടക്കണം. അതായത് ഇവർ എല്ലാത്തിലും മുന്നിൽ നിൽക്കണം. ഇവർ മാത്രം നല്ല സമൂഹത്തിൽ നല്ലതായിട്ട് വരണം. നിങ്ങൾ ഒരിക്കലും സമൂഹത്തിൽ നല്ലതായിട്ട് വരാൻ പാടില്ല. അങ്ങനൊരു ചിന്ത. ഇവിടെ പാസ്റ്റിൽ ഇവരുടെ ആ ഒരു ബിഹേവ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവരുടെ സത്യം എന്താണെന്ന് മനസ്സിലായി. അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഈ വ്യക്തിയുടെ പ്ലാനിങ് അനുസരിച്ച് നിങ്ങൾക്ക് വലിയൊരു നഷ്ടം നിങ്ങൾക്ക് ഉണ്ടായേനെ. ഇവരുടെ ആ ഒരു സത്യം നിങ്ങൾ നേരത്തെ മനസ്സിലാക്കിയോണ്ട് കൊള്ളാം. ഈ വ്യക്തി നിങ്ങളുടെ ആ ഒരു ഇമേജ് വെച്ചാണ് കളിച്ചത്. നിങ്ങളുടെ ഇമേജിനെ പ്രഭാവിതമാക്കുക എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ് ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിലോ അത് എങ്ങനെയെങ്കിലും ഇല്ലാതാവണം. അതിനു വേണ്ടി ഇവർ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തു. നിങ്ങളുടെ കരിയറിൽ ഇവരുടെ കണ്ണുകൾ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് കരിയർ റിലേറ്റഡ് ആയിട്ട് വീണ്ടും ആൾക്കാരൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക. അതായത് നിങ്ങളുടെ ജോലിയെല്ലാം പോയല്ലേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ ചോദിക്കത്തില്ല കരിയർ ഇല്ലാതാവുമ്പോൾ. അങ്ങനെ ആൾക്കാരെ കൊണ്ട് ചോദിപ്പിക്കാൻ വേണ്ടി, നിങ്ങളെ ഒറ്റപ്പെടുത്താൻ വേണ്ടി, അതിനു വേണ്ടി ഇവർ ശ്രമിച്ചു. അതായത് നിങ്ങൾക്ക് ആരുടെയും സപ്പോർട്ട് ലഭിക്കാൻ പാടില്ല, നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കണം. അതാണ് ഇവർ ആഗ്രഹിച്ചത്. ഇവിടെ നല്ല രീതിയിൽ ഒരു ഷഡ്യന്ത്രം നിങ്ങൾക്കെതിരെ ഇവർ കളിച്ചു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവരുടെ ആ ഒരു കളിയിൽ ഇവർ തന്നെ സ്വയം വീഴ്ന്നു പോകുന്നതായിട്ടാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇവർക്ക് തോന്നുന്നത് നിങ്ങൾ വീണ്ടും ഇവരുടെ ആ ഒരു ഷഡ്യന്ത്രത്തിൽ വീഴുമെന്നാണ്. പക്ഷേ ഇവരുടെ വ്യാമോഹമാണത്. ഇവർ തന്നെ ആ ഒരു വലയിൽ വീഴുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവരുടെ ആ ഒരു വലയിൽ ഇവിടെ നിങ്ങൾ എപ്പോഴും ഒരു ക്ഷമ കൊടുക്കുന്ന ആ ഒരു ലൈനാണ്. ഒരു തെറ്റ് സംഭവിച്ചു, മാപ്പ് കൊടുക്കാം എന്നുള്ള ലൈനാണ്. പക്ഷേ ഈ വ്യക്തി വീണ്ടും നിങ്ങളോട് തെറ്റ് തന്നെയാണ് ചെയ്യുന്നത്. ഈ ഒരു സമയം എന്ന് പറയുന്നത് ചില ആൾക്കാരുടെ ബിഹേവിയർ നിങ്ങളുടെ മുന്നിൽ വരിക. അതായത് ആൾക്കാർ ഏത് രീതിയിലാണ് നിങ്ങളോട് പെരുമാറുന്നത് എന്നുള്ള സത്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അതായത് ഒരു വ്യക്തിയുടെ ഉള്ളിലെ റിയാലിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. അതായത് ഒരു വ്യക്തി ഏത് സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഏതറ്റം വരെ പോകുമെന്ന് മനസ്സിലാക്കണം നിങ്ങൾ. ഇവിടെ ഇവർ ഷഡ്യന്ത്രം ചെയ്ത് ഇവരുടെ പ്ലാനിങ് എല്ലാം ഇവർ തന്നെ ഇല്ലാതാക്കാൻ പോകുകയാണ്. അപ്പോൾ ഇവർ ഏതറ്റം വരെ പോകുമെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഇവർ നിങ്ങളെ ഹെർമിറ്റ് മോഡിലാക്കാൻ നോക്കുന്നു. എന്തോ ഒരു സത്യം നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നു. ഇവിടെ എന്തെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ട് ഇവർ വരികയാണ് എങ്കിൽ ഇവരുടെ വാക്കുകൾ നിങ്ങൾ വിശ്വസിക്കരുത്. ഇവരെപ്പോഴും എന്തെങ്കിലും കാര്യം നടക്കുകയാണെങ്കിൽ പകുതി കാര്യം മാത്രം സത്യം പറയും, പകുതി കള്ളമായിരിക്കും പറയുന്നത്. കാരണം നിങ്ങൾ കൺഫ്യൂഷനിലാവണം. അതിനു വേണ്ടിയാണ് ഇവർ ഇങ്ങനെ കാണിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഒരിക്കലും ഇനി ഇവരുടെ വാക്കുകളിൽ ട്രസ്റ്റ് ചെയ്യരുത്. ചിലപ്പോൾ ഫിനാൻഷ്യൽ മാറ്ററിൽ നിങ്ങളെ എന്തെങ്കിലും സഹായം ഇവർ ചെയ്യുമായിരിക്കും. എന്നാൽ പോലും നിങ്ങൾ ഇവരുടെ വാക്കുകൾ വിശ്വസിക്കരുത്. ഇവരുടെ മനസ്സിൽ മുഴുവനായിട്ട് ചതിയാണ് നിങ്ങളോടുള്ളത്. അതിന് വേണ്ടി ഏത് രീതിയിലും നിങ്ങളോട് വീണ്ടും ഒന്നാവാൻ വേണ്ടി വരും. നിങ്ങൾ ഒരിക്കലും ഇവരുടെ വാക്കുകൾ വിശ്വസിക്കരുത്.
ഇവിടെ നിങ്ങളെ അസഹായരാക്കാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ സ്വയം നിങ്ങളുടെ ഹെൽപ്പ് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഇവർ അറിയാതെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ഷമിക്കാം. പക്ഷെ അറിഞ്ഞുകൊണ്ട് ഒരു വ്യക്തി ഇത്രമാത്രം തെറ്റ്, അതായത് മറ്റുള്ളവരെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കുക, ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുക, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈശ്വരൻ അതൊരിക്കലും കാണാതെ പോകത്തില്ല. ഇവർ ചെയ്തതിൻ്റെ ആ ഒരു ബലം ഇവർക്ക് അനുഭവിക്കേണ്ടി വരും. ഇവിടെ ഒരു തെറ്റ് ഇവരുടെ കൂടെ സംഭവിച്ചാൽ ശരി, നമുക്ക് ക്ഷമിക്കാം. പക്ഷേ ഇത്രയും തെറ്റ് ഇവരുടെ കൂടെ സംഭവിക്കുന്നെങ്കിൽ നമുക്കൊരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല. കാരണം ഇവരെന്തോ ഒരു ഇൻറ്റൻഷൻ വച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇവർ ശത്രു പോലെയാണ് നിങ്ങളെ കാണുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി ഇവരുടെ ആ ഒരു കള്ളത്തനം എങ്ങനെയാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നത് എന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, നിങ്ങളുടെ പിറകിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്കെതിരെ എന്തോ ഒരു കാര്യം ഇവർ ചെയ്യും. ആ ഒരു ചെയ്യുന്നത് എന്താണോ അത് നിങ്ങളുടെ മുന്നിൽ വരും. നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വ്യക്തി ഇപ്പോഴും നിങ്ങളോട് ദേഷ്യമാണ് വച്ചേക്കുന്നത്, അത്രമാത്രം ശത്രുഭാവമാണ് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് എന്ന് മനസ്സിലാവും. അത് എല്ലാവരും, നിങ്ങൾ മാത്രമല്ല എല്ലാവരും മനസ്സിലാക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജഡ്ജ്മെൻറ്റ് കിട്ടും ഈ ഒരു വ്യക്തിയിൽ നിന്ന്. ഇവിടെ ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ട് മറ്റുള്ളവരോട് പറയുന്നുണ്ട്. നിങ്ങളുടെ മുന്നിൽ നിന്ന് പറയുന്നില്ല, നിങ്ങളുടെ പിറകിൽ നിന്നുകൊണ്ട് നിങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ട് എല്ലാവരോടും പറയുന്നുണ്ട്. ഇവിടെ ഈ വ്യക്തിയുടെ ഈ ഒരു സ്വഭാവം തന്നെ ഇവരുടെ യഥാർത്ഥ സ്വഭാവം എല്ലാവരുടെ മുന്നിൽ കൊണ്ടുവരും എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഇവർ വേറൊരാളോട് നിങ്ങളെക്കുറിച്ച് മോശം പറയുമല്ലോ, ആ വ്യക്തി മറ്റൊരാളോട് പറയും, ആ മറ്റൊരു വ്യക്തി വേറൊരാളോട് പറയും. അത് നിങ്ങളറിയും. അങ്ങനെ ഇവരുടെ ഈ ഒരു സ്വഭാവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ കുറച്ച് ആൾക്കാർ വേറെ ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവരുടെ ഈ ഒരു തെറ്റിന് നിൽക്കുന്ന ആൾക്കാർ, അതായത് ഇവരുടെ തെറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്ന ചില ആൾക്കാർ ഉണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒന്നും വിഷമം തോന്നുന്നുണ്ട് ഇവർ ഈ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ മോശം പറയുമ്പോൾ. അതായത് നിങ്ങൾ സന്തോഷിക്കുക, എന്തായാലും ഇവരുടെ ഈ സ്വഭാവം എല്ലാവരുടെ മുന്നിൽ വരും എന്ന് മനസ്സിൽ മാത്രം വിചാരിച്ച് സന്തോഷിക്കുക. അപ്പോൾ ഇവരുടെ ഷഡ്യന്ത്രം എന്താണോ അത് എല്ലാവരും അറിയാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇവരുടെ ഉള്ളിൽ ഒരു ഭയമുണ്ട്. എന്തിനാണ് ഭയക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇവരുടെ ആ ഒരു സത്യം നിങ്ങളുടെ മുന്നിൽ ഒരിക്കലും വരാൻ പാടില്ല. അത് കാരണം ദിവസവും രാത്രിയും പകലും പ്രാർത്ഥിക്കുകയാണിവർ. ഇവിടെ നിങ്ങളെക്കുറിച്ച് വളരെ മോശം രീതിയിൽ മറ്റുള്ളവരോട് ഇവർ പലതും പറഞ്ഞിട്ടുണ്ടാകും. അതായിരിക്കും ഇവർ ഇപ്പോൾ ദുഃഖിക്കുന്നത്, നിങ്ങൾ അറിയരുത് എന്നുള്ള രീതിയിൽ. ഇവിടെ ഇവർ ചെയ്ത തെറ്റൊക്കെ നിങ്ങൾ അറിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ഇവർക്ക് മാപ്പ് കൊടുക്കത്തില്ല. അതുകൊണ്ടാണ് രാവും പകലും പ്രാർത്ഥന ചെയ്യുന്നത്, നിങ്ങൾ ഒരിക്കലും ഇവരുടെ ആ ഒരു നിങ്ങളോട് ചെയ്ത തെറ്റുകളൊന്നും അറിയരുതേ എന്ന്. ഇവിടെ പ്ലാനിങ് ഇപ്പോഴും നടക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തി റിലേറ്റഡ് ആയിട്ട്. കാരണം എങ്ങനെയെങ്കിലും നിങ്ങളെ തകർക്കണം എന്നുള്ള രീതിയിലുള്ള പ്ലാനിങ്. ഇവിടെ ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഒരു സമ്പർക്കവും ഇല്ല എങ്കിൽ 8 ദിവസത്തിനുള്ളിൽ വ്യക്തിയുടെ കോള് നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇല്ല എങ്കിൽ നിങ്ങളെ കാണാൻ വേണ്ടി ഇവർ വരുന്നതായിട്ട്, നിങ്ങളുടെ അടുത്തുള്ളവരാണ് എങ്കിൽ കുറേ ദിവസമായി നീ വെളിയിലൊന്നും കാണുന്നില്ലല്ലോ, നിന്നെ അന്വേഷിച്ച് വന്നതാ, സുഖമാണോ നിനക്ക് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അടുത്തുള്ളവരാണെങ്കിൽ വന്ന് വീണ്ടും സംസാരിക്കത്തില്ലേ, അങ്ങനെ സംസാരിക്കാൻ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾ എവിടെയെങ്കിലും പുറത്ത് ഇറങ്ങിക്കണമെങ്കിൽ ഈ വ്യക്തിയും പുറത്ത് വന്നിട്ട് മനഃപൂർവ്വമായിട്ട് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി പുറത്ത് വന്ന് നിന്നിട്ട് നിങ്ങളോട് സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ എന്തായാലും ഇവരുടെ ആ ഒരു പ്ലാനിങ് ഇവർക്ക് തന്നെ വിനയാവുന്നതായിട്ട്, അതായത് ഇവർ മറ്റുള്ളവരുടെ ലൈഫിൽ എന്താണോ ചെയ്തത് അത് ഇവരുടെ ലൈഫിൽ ഇവർക്ക് തിരിച്ച് ദൈവം ശിക്ഷ കൊടുക്കുന്നതായിട്ടുള്ള ആ ഒരു എനർജി കാണാൻ സാധിക്കുന്നു. ഇവർ എങ്ങനെയൊക്കെ നിങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിച്ചാലും ലാസ്റ്റ് വിജയിക്കുന്ന നിങ്ങൾ തന്നെയായിരിക്കും. ഇവർ കുഴിച്ച കുഴിയിൽ ഇവർ തന്നെ വീഴും. ഇവിടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലെസൺ എന്താണോ ആ ഒരു ലെസൺ ഇവർ പഠിക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത്. സ്വന്തം പ്ലാനിങ്ങിൽ സ്വയം വീണ് ഇവർ ആ ഒരു ലെസൺ പഠിക്കും. ഇവിടെ ഇവർ ഗിൽറ്റിൽ വരും. കാരണം ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാൻ ചെയ്ത് വളരെ വലിയ തെറ്റായിപ്പോയി എന്നുള്ള ആ ഒരു ഗിൽറ്റിൻ്റെ ഭാവത്തിൽ ഇവർ വരുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർക്കൊരു ടീമുണ്ട്. ആ ഒരു ടീമിലുള്ള ആൾക്കാർ ഇപ്പോൾ ഇവർ പറയുന്നതിനപ്പുറം ഇല്ല, അങ്ങനെയാണ്. പക്ഷേ ഒരു സമയമാകുമ്പോൾ ഇവരുടെ ആ ഒരു ടീം തന്നെ ഇവർക്ക് എതിരാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ 5 തൊട്ട് 7 ആൾക്കാർ ഇവരുടെ കൂടെ ഉണ്ട് എന്നാണ് കാണാൻ സാധിക്കുക, നിങ്ങൾക്കെതിരെ വർക്ക് ചെയ്യാൻ വേണ്ടി. ഇവിടെ ഈ 5 or 6 പേരില്ലേ, അവരെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്നിട്ട് ഇവർക്ക് നിങ്ങളോട് എന്ത് ദേഷ്യമാണ്, എന്ത് നെഗറ്റിവിറ്റിയാണ് ഉള്ളത് എന്ന് ഉള്ള കാര്യം എല്ലാവരുടെയും മുന്നിൽ കൊണ്ടുവരുന്നതായിട്ടാണ് കാണാൻ സാധിക്കും. കാരണം ഈ ആൾക്കാർ ഇനി ഇവർക്ക് വിരുദ്ധമായിട്ടായിരിക്കും ഇനി വർക്ക് ചെയ്യാൻ പോകുന്നത്.
ഇവിടെ സ്റ്റാർട്ടിങ്ങിലേ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഈ വ്യക്തിക്ക് കർമ്മ റിട്ടേൺ വളരെ നല്ല രീതിയിൽ ഉണ്ടാവുക തന്നെ ചെയ്യുമെന്ന്. ഇവിടെ സത്യം എന്തായാലും നിങ്ങളുടെ മുന്നിൽ വരാൻ പോവുകയാണ്. ഈ വ്യക്തിയുടെ മുഖംമൂടി അഴിഞ്ഞു വീഴാൻ പോവുകയാണ്. ഇവിടെ ഈ വ്യക്തിക്ക് ആരുടെ കൂടെയാണോ നല്ല ബന്ധമുള്ളത്, ഈ 6 പേരിൽ അവിടെ പൈസ റിലേറ്റഡ് ആയിട്ട് എന്തോ ഒരു സംസാരം ഉണ്ടാവുകയും അവരും ഇവരും തമ്മിൽ പിണങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വ്യക്തികൾ സംസാരിച്ചിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്തില്ലേ, അപ്പം അങ്ങോട്ട് പറയും നീ അങ്ങനെ ചെയ്തില്ലേ, അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഇവർ തന്നെ സ്വന്തം മുഖംമൂടി എല്ലാവരുടെ മുമ്പിലും അഴിച്ച് വയ്ക്കുന്നതായിട്ട്, അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈവാരി തേക്കത്തില്ലേ, ആ ഒരു ഇതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എല്ലാ രഹസ്യങ്ങളും ഇവർ പരസ്പരം അങ്ങോട്ട് വഴക്കൂടുമ്പോൾ പറയുന്നതായിട്ട്, അങ്ങനെ എല്ലാ രഹസ്യങ്ങളും എല്ലാവരും അറിയുന്നതായിട്ട്, അതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ വ്യക്തി സ്വന്തം കുഴി സ്വയം തോണ്ടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തിയുടെ ആ ഒരു കാര്യം ആലോചിച്ച് നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട. കുറച്ച് ഡിസ്റ്റൻസ് ഈ വ്യക്തിയോട് വയ്ക്കുക. എന്ത് കാര്യം പറഞ്ഞ് ഈ വ്യക്തി വന്നാലും നിങ്ങൾ ഡിസ്റ്റൻസ് വയ്ക്കുക. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക ചതി എപ്പോഴും ഇവരുടെ കൂടപ്പിറപ്പാണ് എന്ന്. അപ്പോൾ ഇതാണ് റീഡിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.